ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹസ്ലിംഗ് അണി. സോ ഇന്നൊരു ഈവനിങ് ആയിരുന്നു. ഈവനിങ് ഞങ്ങൾക്ക് കുറച്ച് പ്ലാൻസ് ഇവിടെയുള്ള എത്തോബിക്കോയിലുണ്ടായിരുന്നു. ഞങ്ങൾ കാറും എടുത്ത് ഇറങ്ങിയപ്പോഴാണ് ഗൈസ് പുറത്ത് നല്ല മഴയും കാറിനകത്ത് നല്ല പാട്ടും. ഞങ്ങൾക്ക് 3 പേർക്കും നല്ല വിശപ്പിൻ്റെ വിളിയും ഉണ്ടായിരുന്നു. ഇവിടെ അടുത്ത് ഏത് റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഗൈസ് അമ്മാസ് കിച്ചൺ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടത്. ഇതൊരു കുഞ്ഞ് റെസ്റ്റോറൻ്റ് ആണ് ഗൈസ്. പിന്നെ ഇവിടെ കൂടുതലും തമിഴ് ടച്ചുള്ള ഫുഡാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അകത്തേക്ക് കയറി മെനു കാർഡ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ഞങ്ങൾ മെനു നോക്കിയപ്പോഴാണ് ഗൈസ് പ്രൈസ് ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു ഗൈസ്. അതിനൊപ്പം തന്നെ ഒത്തിരി ഓപ്ഷൻസും ഇവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു ഗൈസ്. ആ സമയം കൊണ്ട് ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാ ഞങ്ങളുടെ ഫസ്റ്റ് ഐറ്റം എത്തി. ഒനിയൻ പക്കോറയായിരുന്നു ഫസ്റ്റ് ഐറ്റം. ഇത് നല്ല ക്രിസ്പി ആയിരുന്നു ഗൈസ്. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ പുറത്ത് മഴയും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് കഴിക്കാൻ ഒരു പ്രത്യേക ഫീലായിരുന്നു ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിച്ച് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കായിരുന്നു ഞങ്ങളുടെ അടുത്ത ഐറ്റം ഇത് മുന്നിലേക്ക് വന്നത്. ഞങ്ങളുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ 65 ആയിരുന്നു ഗൈസ്. ഈ ഡിഷിനെ കുറിച്ച് ഞങ്ങൾക്ക് 3 പേർക്കും ഒരു മിക്സഡ് ഒപ്പീനിയൻ ആയിരുന്നു ഗൈസ്. കാരണം ഇത് അത്ര അടിപൊളിയാണെന്ന് ചോദിച്ചാൽ അത്ര അടിപൊളിയല്ല, എന്നാൽ മോശമാണെന്ന് ചോദിച്ചാൽ മോശമല്ല, കുഴപ്പമില്ല എന്നൊരു ഒപ്പീനിയനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഇഡ്ലി വട കോംബോ ആയിരുന്നു ഗൈസ്. ഞാനൊരു കട്ട ഇഡ്ലി ഫാനാണ്. ഇഡ്ലി അവൈലബിൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഇഡ്ലി ട്രൈ ചെയ്യാൻ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. ഇത് കുഴപ്പമില്ലായിരുന്നു ഗൈസ്. സാമ്പാറും പലതരം ചട്നിയും ഇഡ്ലിയും വടയും ഫിൽറ്റർ കോഫിയും നല്ല സുഖമായിരുന്നു ഗൈസ് കഴിക്കാൻ തന്നെ. ഇവരുടെ ഐറ്റംസ് ആണ് ഇന്നത്തെ സ്റ്റാർ എന്ന് പറയുന്നത്. അച്ഛൻ ഓർഡർ ചെയ്തത് ചിക്കൻ ഡിന്നറും ചേച്ചി ഓർഡർ ചെയ്തത് ഗോഡ് ഡിന്നറും ആയിരുന്നു ഗൈസ്. ഇതൊരു കോംബോ ആയിരുന്നു. ബേസിക്കലി റൈസും പറാത്തയും ചിക്കൻ 65ഉം ചിക്കൻ കറിയും സാലഡും ആണ് ചിക്കൻ ഡിന്നറിൽ. ഗോഡ് ഡിന്നറിൽ ചിക്കന് പകരം മട്ടൺ. ഇതായിരുന്നു അവരുടെ 2 പേരുടെയും ഫുഡ്. റൈസ് വൈസ് നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ റൈസും ആ കോംബോകളെല്ലാം മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിരുന്നു. അച്ഛനൊരു ഡിഷ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൾക്ക് കുഴപ്പമില്ല എന്നൊരു ഫീലേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവൾ ഇങ്ങനത്തെ ടൈപ്പ് ഫുഡിൻ്റെ ഒരു ഫാനല്ല. പക്ഷെ ചേച്ചിയോട് ചോദിച്ചപ്പോഴത്തേക്ക് ചേച്ചിക്ക് ഇത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറഞ്ഞത്. എനിക്കും ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുന്നത് കൊണ്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു ഫുഡിന്. പക്ഷെ ഞങ്ങളവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ, ഇത്രയും ഐറ്റംസ് ഞങ്ങൾക്ക് എന്തായാലും അവിടെ ഇരുന്ന് കഴിച്ച് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്കിത് പാഴ്സൽ ചെയ്യേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതാണ് ഞങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്ത് ചിരിച്ചുകൊണ്ടിരുന്നത് ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്തു, പാഴ്സൽ വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഫുഡ് കുഴപ്പമില്ലായിരുന്നു ഗായ്സ്. ഞങ്ങൾ വയറൊക്കെ നിറഞ്ഞാണ് ഇറങ്ങിയത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സ്റ്റിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. മഴയത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഓടി കാറിനകത്തേക്ക് കയറി. ഗായ്സ്, നമ്മളിപ്പോ അമ്മാസ് കിച്ചണിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി. സോ ഫുഡ് ടേസ്റ്റ് വൈസ് നിങ്ങൾ എത്ര റേറ്റിംഗ് കൊടുക്കും അമ്മാസ് കിച്ചണിന്റെ ഫുഡ്? എന്റെ ഫുഡിന് ഞാനൊരു 7. ഓക്കെ, എനിക്ക് നല്ലതായിരുന്നു. ഞാൻ 8.5. ഞാൻ വലിയ ഇങ്ങനത്തെ ഫാൻ അല്ല, മേ ബി അതുകൊണ്ടായിരിക്കും. ക്വാളിറ്റി വൈസോ ഫുഡ് ക്വാളിറ്റി വൈസോ 8.5 9. ഓക്കെ, 7.5 each. പ്രൈസ് is like 10. അഫോർഡബിൾ പ്രൈസ് ആണ് അല്ലേ? അഫോർഡബിൾ ആണ്. സോ ഗൈസ്, എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് നല്ലതായിരുന്നു. എനിക്ക് ഞാൻ 2ഉം 8ഉം 8.5 പ്രൈസ് വൈസ് 10 അങ്ങനെ കൊടുക്കും. സോ ഇതാണ് നമ്മുടെ ഒരു ഷോർട്ട് ഫുഡ് വ്ലോഗ്. ഒരു ഈവനിങ് നമ്മൾ ജസ്റ്റ് അമ്മാസ് കിച്ചണിൽ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഇവിടെ ഫുഡ് കഴിക്കാൻ കേറാന്ന് വെച്ചിട്ട് കേറിയതാണ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.